നമ്മുടെ സമൂഹത്തിലെ ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞത് തൊഴിൽ ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി എന്ന രീതിയിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെയുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുട്ടികളുടെ തന്നെ ചിന്ത തൊഴിൽ ലഭിക്കുന്നുള്ള മേഖലയിലേക്ക് തിരിയുക എന്നതാണ്. രക്ഷകർത്താക്കൾ പൂർണ്ണമായും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അധ്യാപകരും ഏകദേശം ആ രീതിയിലാണ് പഠന ക്രമീകരണങ്ങൾ നടത്തുന്നത്. പക്ഷെ നമ്മളെ പാഠ്യപദ്ധതികൾ അങ്ങനെയൊന്നും അല്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇതുവരെയുള്ള പാഠ്യപദ്ധതികൾ അങ്ങനെയൊന്നും അല്ല. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഊന്നൽ കൊടുക്കുന്നത് പല പല ഇതാണ്. നമ്മളെ ഇന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും സെക്കൻഡറി തല വിദ്യാഭ്യാസവും ഹയർ സെക്കൻഡറി തല വിദ്യാഭ്യാസവും ഒക്കെ നമ്മൾ അതിൻ്റെ രീതിയിൽ കാണുന്നത്, സമൂഹത്തിൽ നടക്കുന്ന രീതിയിൽ കാണുമെങ്കിൽ ഈ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ ഓർമ്മശക്തി പരിശോധിക്കുന്ന രീതിയിലുള്ള പരിശീലനങ്ങളാണ് കാണുന്നത്. നമ്മൾ കുട്ടികളുടെ ചോദിച്ചാൽ നിങ്ങൾ ഭാവിയിൽ എന്താവണം എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആകണം, അല്ലെങ്കിൽ IAS ആകണം, സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ഇതിനപ്പുറം വേറൊരു തോന്നൽ അവർ പറയാറില്ല. ഇന്നാവണം എന്ന് പറയാറില്ല. എനിക്ക് മുഖ്യമന്ത്രി ആവണം, പ്രധാനമന്ത്രി ആവണം എന്നൊന്നും പറയാറില്ല. അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു സാമൂഹിക പ്രവർത്തനമായി മാറണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു മനുഷ്യനായി ജീവിക്കണം എന്നും ഒരു കുട്ടികളും പറഞ്ഞതായിട്ടുള്ള അറിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പ്രൊഫഷനിലാണ് അധ്യാപകരാവണം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, ഇങ്ങനെ പറയുന്ന കുട്ടികളാണ് കൂടുതലും ചോദിച്ചത്. ഇത് ചോദ്യകർത്താവും ഏകദേശം അങ്ങനെ തന്നെ ഉദ്ദേശിക്കുന്നു മനസ്സിലാക്കാം. ഇതാണ് വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്. ക്ലാസ് റൂം വിദ്യാഭ്യാസം അല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾക്ക് കുട്ടി ജനിക്കുന്ന അന്ന് മുതൽ മരിക്കുന്നവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ജനിക്കുന്ന അന്ന് മുതൽ മരിക്കുന്നവരെ അവന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലാണ് വിദ്യ അഭ്യസിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് ഔപചാരികമായി ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് മനസ്സിലാക്കണം. മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് വിദ്യാഭ്യാസം. യുക്തിഭദ്രമായുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസം. നല്ല മൂല്യമുള്ള വ്യക്തികളെ ഉണ്ടാക്കുക എന്നാണ് പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം. സമൂഹത്തില് ഉത്തരവാദിത്തോടെ ജീവിക്കാൻ ആണ് വിദ്യാഭ്യാസം എന്ന ഒരു പ്രക്രിയ ഉണ്ടാകട്ടെ. മനുഷ്യത്വം, ശാസ്ത്രീയ സമീപനം, ആത്മവിശ്വാസം, സാമൂഹ്യ ബോധം എന്നിവയൊക്കെ മനുഷ്യന് ഉണ്ടാവാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പ്രക്രിയ ഉണ്ടാവേണ്ടത്. പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാം പരീക്ഷ രീതിയാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷ മാർക്ക് കിട്ടുക, അതിൽ കടന്നു പോവുക എന്നാണ്. ഓർമ്മശക്തി പരിശോധന മാത്രമാണ് നമുക്കിവിടെ നടക്കുന്നത്. പാഠ്യപദ്ധതി നേരത്തെ പറഞ്ഞ രീതിയിലെല്ലാം ഉണ്ട്. നമ്മുടെ പാഠ്യപദ്ധതികളിൽ മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, യുക്തിഭദ്രമായി ജീവിക്കാനുള്ള അവസ്ഥകൾ, ആ കണ്ടന്റുകൾ ഉണ്ട്, എല്ലാം ഈ കണ്ടന്റുണ്ട്. പക്ഷേ ഇതിന് കാണാപ്പാഠം പഠിച്ച് ഓർമ്മശക്തി പരിശോധിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. സ്കിൽ ഡെവലപ്മെന്റ് ഏറ്റവും നല്ല പ്രവർത്തനമാണ്. നൈപുണ്യ വികസനം എന്ന് പറയുന്ന സാധനം ആധുനിക കാലത്തൊക്കെ വന്നിട്ടുള്ള സാധനം. അതായത് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൻ്റെത്, ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞ ഇതിലേക്ക് വിദ്യാഭ്യാസം കേന്ദ്രീകരിക്കുന്നുണ്ട്. ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത് പ്രത്യേക തൊഴിലിന് ആവശ്യമായ സാങ്കേതിക പരിശീലനങ്ങൾ, നമ്മളെ ITI എന്ന് പറയുന്നത് സാങ്കേതിക, അതായത് തൊഴിൽ പരിശീലനമാണ്. തൊഴിൽ പരിശീലനം, പോളിടെക്നിക് പോലുള്ള സാധനങ്ങൾ, ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, അത് വിദ്യാഭ്യാസത്തിന്റെ തൊഴിൽ പരിശീലനം. നമുക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസം ചെയ്യുന്നത് അത് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളായി ആണ് പോകേണ്ടത്. വിദ്യാഭ്യാസം ആത്യന്തികമായി നമുക്ക് നോക്കേണ്ടത് മനുഷ്യനെ ചിന്തിപ്പിക്കാനും നല്ല മനുഷ്യന്മാരെ സൃഷ്ടിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ അനേകം വിദ്യാഭ്യാസ വിദഗ്ധരും സാമൂഹ്യ വിദ്യാഭ്യാസ ചിന്തകരൊക്കെ അനേകം അഭിപ്രായങ്ങൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പലർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ബർട്രാൻഡ് റസ്സൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നത് എനിക്ക് ഭയങ്കര എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസത്തെ അദ്ദേഹം കാണുന്നത്
മനുഷ്യനെ സ്വതന്ത്ര ചിന്തകനും സാമൂഹ്യ ഉത്തരവാദിത്വവുമായി വളർത്തുവാൻ ഉള്ള പ്രധാന ഉപാധിയാണ് അദ്ദേഹം കാണുന്നത്. സ്വതന്ത്രമായി ചിന്തിക്കുക, അതായത് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാക്കുക എന്നുള്ളത്, അതായത് സമൂഹത്തിലെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് വിദ്യാഭ്യാസം. ബെർട്രാൻഡ് റസ്സൽ പറഞ്ഞു. അദ്ദേഹം അതിൽ സ്വതന്ത്രമായി ചിന്ത വളരണം എന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ വിദ്യാഭ്യാസം അനുസരണശീലമുള്ള ആളുകളെ സൃഷ്ടിക്കലല്ല. വളരെ പ്രധാനം. ബെർട്രാൻഡ് റസ്സൽ പറഞ്ഞതാണ്, വിദ്യാഭ്യാസം അനുസരണശീലമുള്ള വ്യക്തികളെ സൃഷ്ടിക്കലല്ല, അതായത് ചോദ്യം ചെയ്യാനും സംശയിക്കാനും വിമർശിക്കാനും കഴിയുന്ന മനസ്സുകൾ വളർത്തുവാനാണ് വിദ്യാഭ്യാസം എന്ന പ്രക്രിയ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഈ പാഠ്യപദ്ധതിയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും നമ്മുടെ സ്കൂളിൽ സ്റ്റുഡൻറ് പോലീസ് ഉണ്ട്, NCC ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അനുസരിപ്പിക്കലാണ്. അങ്ങനല്ല വിദ്യാഭ്യാസത്തിൽ വരേണ്ടത്. അത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഈ അനുസരണശീലമുള്ള കുട്ടികളെല്ലാം നമുക്ക് വളർത്തേണ്ടത് ഈ സംശയത്തോടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പരിശീലിപ്പിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടാകണം. ബെർട്രാൻഡ് റസ്സൽ വീണ്ടും ചൂണ്ടിക്കാട്ടിട്ടുണ്ട്, അന്ധവിശ്വാസങ്ങളിൽ നിന്നുള്ള മോചനം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മതപരമായും സാമൂഹികപരമായുള്ള അന്ധവിശ്വാസങ്ങൾ. ഇതിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ആവരുത്. അത് ജീവിതത്തിൽ, ഈ പാഠ്യപദ്ധതികൾ പറയുന്നത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതൊരു പരിശീലനം എന്നുള്ള നമ്മുടെ ഘടകം. നമുക്ക് പാഠ്യപദ്ധതിയൊക്കെ പരിഷ്കരിച്ച് വരുന്നുണ്ട്. ഈ പൊതുബോധം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതായത് തൊഴിലിന് വേണ്ടിയാണ് വിദ്യാഭ്യാസം നിൽക്കുന്നത് കൊണ്ട് പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ അങ്ങനെ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ പുതിയ 2020 ഇറങ്ങിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഈ വ്യവസ്ഥയിലാണ് വിദ്യാഭ്യാസം കൊണ്ടുവന്നിരിക്കുന്നത്. തൊഴിലിനാണ് പ്രാധാന്യം കൊടുത്തുള്ള വിദ്യാഭ്യാസം വന്നിരിക്കുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ പറയുന്നുണ്ടെങ്കിൽ ഇതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, അതില് പാരമ്പര്യത്വം കൂടി ചേർത്തിരിക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാണ്. പുതിയ വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ച് ഞാൻ അതിൽ കൂടുതൽ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, പാഠ്യപദ്ധതിയിലുള്ള കാരണം പഠിപ്പിക്കുക, പരീക്ഷയ്ക്ക് എഴുതുക, മാർക്ക് വാങ്ങുക, വിജയിക്കുക, അടുത്തതിൽ പോവുക എന്ന് മാത്രമല്ല ചെയ്യേണ്ടത്. ഈ പാഠ്യപദ്ധതികളിലേക്ക് പറഞ്ഞ അതിനെ മനുഷ്യൻ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് മനുഷ്യന്റെ ശാസ്ത്രബോധത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് പരിശീലിപ്പിക്കാൻ വേണ്ടത്. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ, പരിണാമ സിദ്ധാന്തം പഠിക്കുന്ന ഒരു കുട്ടി, അതായത് ഈ ഭൂലോകത്ത് ഈ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായെന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സംബന്ധിച്ചോളം അത് പരിശീലിക്കുകയാണെങ്കിൽ ഈ ജീവജാലങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൽ അവന് വിശ്വസിക്കാൻ സാധ്യമല്ല. അപ്പം അവൻ പരിണാമ സിദ്ധാന്തം പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായത് പരിണാമത്തിലൂടെ തന്നെ കരുതേണ്ടി വരും. അപ്പം പരിണാമം പഠിക്കുന്ന കുട്ടിക്ക് സൺഡേ സ്കൂളിൽ പോകാനോ അവനെ മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവമാണെന്നോ അവന് കരുതാൻ കഴിയില്ല. അറിവ് ഒരു പ്രധാനപ്പെട്ട ഘടകം. അറിവ് സമ്പാദിക്കുമ്പോൾ അവൻ ചോദ്യം ചെയ്യുവാനുള്ള ശേഷിയുണ്ട്. അവന് പൗരബോധം ഉണ്ടാവാനുള്ള ബോധ്യം ഉണ്ട്. ജനാധിപത്യത്തിലൂടെ പ്രവർത്തിക്കാൻ ഈ വിദ്യാഭ്യാസം ഉണ്ടായാൽ സാധ്യമാകും. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സമത്വത്തിന് വേണ്ടിയും അവൻ പ്രവർത്തിക്കും. അവരുടെ വിദ്യാഭ്യാസം എന്നുള്ളത് ചുരുക്കി ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായി കാണരുത്. അത് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന, അല്ലെങ്കിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ഒരു തൊഴിൽദാന പദ്ധതി അല്ല. അങ്ങനെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സമൂഹത്തിന്റെ പൊതുബോധം പലപ്പോഴും തിരുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.